പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ മേടിച്ച് നിങ്ങൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മാരിനേഷൻ പരിപാടികളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മറന്നുപോയി. പക്ഷെ എന്തൊക്കെയായാലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര് അങ്ങോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ കൊണ്ട് ഓവനിൽ വെക്കും. ഇവിടെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഒരു 2 മണിക്കൂറിനടുത്തെടുക്കും. ഇച്ചിരി പ്രായമുണ്ട്, അപ്പോൾ നമ്മൾ പ്രായത്തിന് ബഹുമാനിക്കണം. അതുകൊണ്ട് നമ്മൾ വേറെ ഫ്ലോറിൽ കൊണ്ടാണ് വെക്കുന്നത്. അത് ഞാൻ പരിപാടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ കുക്കറിൻ്റെ വാഷറില്ലേ, വാഷറെന്നല്ല എന്നെ പറയുകയാണെന്ന് തോന്നുന്നു. ഇത് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേ. കാരണം എന്താണെന്ന് അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഗ്യാസ് ഇങ്ങനെ പോകും, ദിക്കോടെ ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ വാഷറൊന്നും മര്യാദയ്ക്ക് കഴുകിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റാവും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ എപ്പോൾ വെക്കുന്നതിന് മുന്നേ ഒന്ന് വെള്ളം ചുറ്റിച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചോറ് റെഡി ആവട്ടെ. ചോറ് റെഡി ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ചിക്കൻ ഗ്രില്ലടിക്കണം. ഗ്രില്ലല്ല, എങ്ങനെയാണ് പറയുക, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രില്ലെന്നാണ് ഞാൻ പറയാറ്. അതങ്ങോട്ട് ചെയ്തെടുക്കണം. യെസ്, അത് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തുണി അലക്കുന്ന പരിപാടി നോക്കണം. രണ്ടും ഒറ്റ സെറ്റിൽ തീർക്കണം. എൻ്റെ ഹോസ്റ്റലിലുണ്ടല്ലോ എല്ലാ സെറ്റപ്പും ഇങ്ങനെയാണ്. ഓരോരോ സെപ്പറേറ്റ് ഡോറ് അത് നമ്മളെടുക്കണം. നമ്മുടെ ഈ ഹോസ്റ്റൽ കാർഡ് കൊടുത്തിട്ട് ഇതിപ്പോൾ തുണി അലക്കാനുള്ള സ്ഥലം, അതിനെ പ്രാലിന്യ എന്ന് പറയും. ഇത് കുക്കിങ്ങിനുള്ള പബ്ലിക് ഏരിയ, അതിന് എന്നിട്ട് പിക്കാർണിയ അങ്ങനെയും പറയും. പിന്നെ നമ്മുടെ റൂമിന് ഇങ്ങനത്തെ ഒരു കിച്ചൺ പോലത്തെ സെറ്റപ്പ് ഉണ്ടാവും. പിന്നെ ഞാൻ തുണി അലക്കുമ്പോൾ ഈ 2 ക്യാപ്സ്യൂൾ ഇടാറ്. അതേപോലെ ഈ ടോക്കണും വേണം നമുക്കിവിടെ തുണി അലക്കാനായിട്ട്. ഈ ടോക്കൺ അപ്പോൾ 6 സ്ലോട്ടി കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താ നടക്കാൻ പോകണമെന്ന് നിങ്ങൾക്കറിയണ്ടേ? നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഇത് തുറക്കുന്നു, ഇതിനകത്തേക്ക് ഈ ഉള്ള സാധനങ്ങൾ മുഴുവൻ നിറയ്ക്കുന്നു, തിരിച്ചടയ്ക്കുന്നു. ഈ കോയിൻ എടുത്തിട്ട് ഇതിൽ കൂടെ ഇടുന്നു. ഈ വാഷിംഗ് മെഷീനിൽ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ വെക്കുന്നു, തുണി അലക്കുന്നു. ആസ് ഈസി ആസ് ദാറ്റ്. അത്ര ഉള്ള പരിപാടി. പിന്നെ ഈ കോയിന് 6 സ്ലോട്ടി നമ്മൾ കൊടുക്കണം. 6 സ്ലോട്ടീസ്, അതായത് 6 2 120 രൂപ ഒരു തവണ തുണി അലക്കാനായിട്ട്. ഇനി നമുക്കൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 1.5 മണിക്കൂറിന് അടുത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഇത് റെഡി. നേരെ കൊണ്ട് ഡ്രയറിലേക്ക് ഇടാം. പരിപാടി കലാസ് കുലാസ്. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടിക്ക് പോവാം. കുറച്ച് ഉരുളൻകിഴങ്ങ് എപ്പോഴും ഞാൻ മുറിച്ചിങ്ങനെ ഇടും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഞാൻ കഴിക്കുമ്പോൾ മനസ്സിലാവും. വെക്കുന്നതിന് മുന്നേ ഈ ഉരുളൻകിഴങ്ങിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം. അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി. കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യം ഇല്ല, കാരണം കുരുമുളക് പൊടിക്ക് വില കൂടുതലാണ്. ഇത്തിരി മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടാൽ ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ, ആർഭാടാക്കണ്ട. എനിക്ക് തോന്നണത് കുറച്ചും കൂടി ഉപ്പ് വേണമെന്നാണ്. എന്നിട്ട് ഇതങ്ങോട്ടൊന്ന് പയ്യെ മാരിനേറ്റ് ചെയ്തൊക്കെ ചെറിയ രീതിയിൽ, ആർഭാടാക്കണ്ട, ചെറിയ രീതിയിൽ മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഒരു നേരം പോക്കിന് കുറച്ച് ഉരുളൻകിഴങ്ങ് ഇതേപോലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മേപ്പോട്ടേക്ക് ചിക്കൻ ഇങ്ങനത്തെ പീസ്, ഇതിനകത്ത് ആകെ ഒറ്റൊരു എല്ലേ ഉണ്ടാവുള്ളൂ. ചിക്കൻ 2, ചിക്കൻ 3, ചിക്കൻ പീസ് 4, അങ്ങനെ 4 പീസ് വെക്കണം. 2 പീസ് ഇന്ന് വൈകുന്നേരം, 2 പീസ് നാളെ രാവിലെ. അപ്പം 2 നേരത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടി ഈ ഒരു പാത്രം കൊണ്ട് റെഡിയാവും. 1/2 മണിക്കൂർ കൊണ്ട് വെച്ചാൽ മതി. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെപ്പാണ്. ഇതിന് ഈ പീസിൻ്റെ ആവശ്യം നമുക്കില്ല, അതവിടെ ഇരിക്കട്ടെ. മുകളിൽ നിന്നും താഴെ നിന്നും ഒരേപോലെ ചൂട് വരണം. അപ്പോൾ അത് ഈ ഓപ്ഷനിലേക്ക് വെച്ചു. അതായത് പടം ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്പൂൺ നമുക്കിപ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ പുറത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ കുട്ടപ്പന എടുത്തിട്ട് വയ്ക്കുക. ഒരു 200 ഡിഗ്രിയും 250 ഡിഗ്രിയുടെ നടുക്കായിട്ട് വയ്ക്കുക. പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനതിൻ്റെ ആവശ്യമില്ല. ഷടപടേ എന്ന് പറഞ്ഞ പരിപാടികൾ നടക്കും. ഒരു 3/4 മണിക്കൂറിൽ പരിപാടി നടക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡി ആവുന്നതിൻ്റെ കൂട്ടത്തിൽ മുകളിലത്തെ പരിപാടിയോ റെഡിയാവും. ഒക്കെ കൂടി ഒറ്റ പരിപാടി മൊത്തത്തിൽ തീരും. ഇനി പഠിക്കാനുള്ള സമയമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല. അപ്പോൾ കുറച്ചേരം ഇരുന്ന് പഠിച്ചു.
അപ്പോഴേക്കും അടുക്കളയിൽ കുക്കറിൻ്റെ വിസിൽ വന്നു, ചോറ് ഊറ്റി. അത് കഴിഞ്ഞപ്പോഴേക്കും ടൈമർ അടിച്ചു. പിന്നെ നേരെ പോയി ചിക്കൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ചിക്കൻ വെന്തിട്ടില്ല. മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ച് പിന്നെയും കയറ്റി വെച്ച് ഒരു 10-15 മിനിറ്റും കൂടി തിരിച്ച് റൂമിലേക്ക് വന്നു. പിന്നെയും പഠിക്കാനിരുന്നു. കാരണം പഠിത്തം മുഖ്യമാണല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ പ്രയോറിറ്റി. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നാലും പറ്റാവുന്നത്ര നോക്കി, അല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് പിന്നെയും ഓടിപ്പോയി. അപ്പോഴേക്കും ചിക്കൻ വന്നിട്ടുണ്ടായി. എടുത്തുകൊണ്ട് വന്നു. അവൻ്റെ ലുക്ക് കണ്ട. ഇനി എത്ര വേഗം അവനെ മുറിയിലെത്തിക്കുക, കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇനിയും ടാസ്കുകൾ ബാക്കി വെക്കാണല്ലോ തുടങ്ങി വെച്ചത്. ഇനി പോയി തുണി എടുക്കാൻ പോയി. കാരണം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നേരെ അവിടെ പോയി തുണികൾ ഫുള്ളും അങ്ങോട്ട് തിരിച്ചെടുത്തു. പിന്നെ മുറിയിലേക്ക് വരണം, അതൊരു ഇത് കൂടി ചോന്നുകൊണ്ട് വരണം, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നേരെ റൂമിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ നിരത്തലായി. ഇവിടെ ഇങ്ങനത്തെ ഐറ്റത്തുമ്മയാണ് നമ്മൾ തുണി ഉണക്കാനിടുക. നമ്മുടെ നാട്ടിലെ പോലെ അഴപ്പരിപാടി ഇല്ല. നമ്മൾ ഫ്ലാറ്റിൽ നിൽക്കുന്നവരൊക്കെ ചെയ്യണ പരിപാടിയും ഇങ്ങനെയായിരിക്കും, കണ്ടിട്ടില്ലെങ്കിൽ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ചയിലത്തെ അല്ല, 2 ആഴ്ചയിലത്തെ അലക്കാണ് ഈ കാണുന്നത്. ഒരു 10-15 മിനിറ്റ് എടുത്തു. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വിസ്തരിച്ചങ്ങനെ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിയുമ്പോഴൊന്നും തേക്കണ്ട, ഡയറക്റ്റ് യൂസാണ്. തേക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. പക്ഷേ തേക്കേണ്ട സാഹചര്യം വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കിടക്കും. ഈ കിടപ്പ് തന്നെ ഒരു 2ാം പക്കം 2ാം ദിവസം തുടങ്ങി കിട്ടും. ഞാനിപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ ഏരിയയിൽ എയർ ഫ്രഷ്നറും കൂടി ഇടിച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ സൂപ്പർ. അപ്പോൾ ഇനി ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പരിപാടി കലാസ് കുലാസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേരം കൂടി ഇരുന്ന് പഠിക്കും. കാരണമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഇങ്ങോട്ടേക്ക് എടുത്തു. 4 കഷ്ണം ഗ്രില്ല് ചെയ്ത്, അല്ല 5 കഷ്ണം ഗ്രില്ല് ചെയ്ത്, അതിനകത്ത് 2 ഇപ്പോൾ എടുത്തു, 3 നാളെ കാലത്ത് എടുക്കും. പിന്നെ ഈ ഉരുളൻകിഴങ്ങിനാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. ഈ ചിക്കൻ്റെ ഫുൾ നെയ്യ് ഇങ്ങോട്ട് ഇറങ്ങി അതിനകത്ത് കിടന്ന് വെന്താ നെയ്യ് വറ്റി നല്ല ജ്യൂസി ആയിട്ട് വരും. അടിപൊളി, ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഈ ഉരുളൻകിഴങ്ങ്. ചിക്കൻ നല്ലതല്ല എന്നല്ല കേട്ടോ, ചിക്കനേക്കാൾ ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇല്ലേ, ആ ഒരു സെറ്റപ്പിലൊക്കെ വരും. ഇച്ചിരി കൂടി ഡ്രൈ ആയി. പിന്നെ എനിക്ക് വിശപ്പ് കൂടുതലായതുകൊണ്ട് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ വെളിച്ചെണ്ണയും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവാക്കാമല്ലോ. ഇത്തിരി ചിക്കൻ ഇങ്ങനെ വെച്ച് ഉരുളക്കിഴങ്ങ് കൂടെ വെച്ചിട്ട് കഴിക്കാം. അടിപൊളി. ഇങ്ങനെ കഴിക്കും. നാളെയും തന്നെ കഴിക്കും, നാളെ വൈകുന്നേരം ഇതന്നെ കഴിക്കും, മറ്റന്നാൾ കാലത്ത് ഇതന്നെ കഴിക്കും. എൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അച്ചാറും കൂടി കയറും, അല്ലെങ്കിൽ ചിലപ്പോൾ സാലഡും കൂടി കയറും നാളത്തേക്ക്. കഴിക്കണം, കഴിച്ചു കഴിഞ്ഞിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ പ്രൊഫസർ അത്രയും സുഖമുള്ള പ്രൊഫസറല്ല. പുള്ളിക്കാരി ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരോടും ചോദിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞാൽ പുള്ളിക്കാരി ക്ലാസ്സിൽ ഇരുത്തും. ഒന്നും അറിയാണ്ടിരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി ക്ലാസ്സിൽ നിന്ന് ഔട്ടാക്കും. അറ്റൻഡൻസ് തരില്ല. അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ നാളത്തേക്ക് പഠിക്കും. പിന്നെ നാളെ പറഞ്ഞേക്കുന്നത് നമ്മുടെ കുതിരയില്ലേ, കുതിരയുടെ ഹൂഫ് ഇങ്ങനെ മുറിച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാൻ ഷെഡ്യൂളിൽ കണ്ടത്. അപ്പം അത് നാളെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഉപസംഹരിക്കാം. ചോറിനട്ടെ വിശന്നിട്ടാണ്, എണ്ണാക്കൊക്കെ കത്തി തുടങ്ങി. കുറച്ചധികം നേരം ഓടുന്ന മുറി ക്ലീനിങ്, ഗാർബേജ് കളയൽ, അലക്കൽ, ഫുഡ് ഉണ്ടാക്കൽ, ആ പരിപാടി ഈ പരിപാടി എന്നും പറഞ്ഞ് അതിലൂടെ പഠിത്തവും സുഭാഷ്. അപ്പം അത്രയും നടത്തിക്കൊണ്ട് ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മൾ കലാസ് കുലാസ്. ബൈ ബൈ.